അപ്പൊ നമ്മൾ എന്നുള്ളത് നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചിനി പ്രൊഫൈൽ ലൈറ്റിന്റെ കോൺ എങ്ങനെ കട്ട് ചെയ്യുക, എത്ര കട്ട് ചെയ്തിട്ടും പ്രൊഫൈൽ ലൈറ്റിന്റെ കോൺ സെറ്റ് ആണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സെറ്റാള് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. വളരെ സ്മൂത്ത് ആണ്. ഒരു 130 രൂപ കൊടുത്താൽ മട്ടക്കോൺ നമ്മളെ കയ്യിൽ കിട്ടും. അതേപോലെ തന്നെ അതേപോലെ ആ മട്ടക്കോണിന്റെ ലെവലിൽ കട്ട് ചെയ്താൽ 45 100%. പക്ഷേ ഈ 45 100% ആയിട്ട് കാര്യമില്ല. നമ്മൾ സീലിംഗിൽ കട്ട് ചെയ്യുന്ന കട്ടിങ് എന്ത് ചെയ്യണം, അതും 45 ആയിരിക്കണം. എങ്ങനെയെങ്കിലും നൂലടിച്ചിട്ട് കാര്യമില്ല, നൂലടിച്ച് കട്ട് ചെയ്തിട്ടും കാര്യമില്ല. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ആ കറക്റ്റ് ആ ലെവലിൽ ഇതേപോലെ 45 ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യുന്ന ഡിസൈൻ 45 ആണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യാൻ വളരെ സ്മൂത്താണ്. അപ്പോൾ നമ്മൾ 45 ചെയ്തൊരു വീഡിയോ അതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുക. കണ്ടിട്ട് എന്തായാലും അഭിപ്രായം വരാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു വിട്ടാൽ നമുക്ക് പറ്റാവുന്നതൊക്കെ എന്താ ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ മച്ചന്മാരെ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന മട്ടക്കോണ്. കാണാൻ വല്ല ചൊറക്കില്ല, സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, 45 നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പലർക്കും സംശയം ഉണ്ട് എങ്ങനെ സെറ്റ് ആക്കുന്നത്. ഇത് വളരെ സ്മൂത്ത് ആണ്. ഇതിന്റെ കട്ടിങ് വരുന്നത് തന്നെ 45 ആകൃതിയിലാണ് കേട്ടോ. ആ കട്ടിങ്ങിന് ചാരി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സേഫ്റ്റി നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതുമൊന്നൊക്കെ പറ്റിയിട്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് നമുക്ക് ചില്ലറ നഷ്ടങ്ങളല്ലേ വരുത്തുക ജീവിതത്തിൽ. അപ്പോൾ മച്ചന്മാരെ സ്വന്തം തടി മറന്നിട്ട് ആരും പണിയെടുക്കരുത് കേട്ടോ. അത് പ്രത്യേകം പറയാനാണ്. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 45 പക്ക ആയിരിക്കും. എൽ ഷേപ്പ് ആകൃതിയിൽ വരും. 45 ഓപ്പോസിറ്റ് വന്ന് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏകദേശം എൽ ഷേപ്പ് ആകൃതിയിൽ വരും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മാർക്ക് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിന് രണ്ട് ടൈപ്പിലാണ് ഇത് വരുന്നത്. ആകൃതിയിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മട്ടക്കോണ്ട സൈസ് കേട്ടോ. ഈ 45ന്റെ വരുന്നത് 45 ഉള്ള മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ സംഭവമാണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ അല്ലാത്ത കുറേ മെത്തേഡുകളുണ്ട്. പക്ഷേ എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തോന്നുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ട് സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സംഭവം കാണിച്ചത്. വളരെ സ്മൂത്ത് ആയിട്ട് മാർക്ക് ചെയ്തേ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. എന്താ വെച്ചാൽ പലരും പറയുന്ന വലിയ ബിൽഡപ്പും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളെ വിപണിയിൽ കിട്ടുന്ന സാധനം തന്നെ. എല്ലാ ടൂൾസിന്റെ ഷോപ്പിലും ഏകദേശം എല്ലാ ടൂൾസിന്റെ ഷോപ്പിലും നമ്മൾ ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മൾ കോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക. കാരണം എല്ലാ കോണും പക്ക നീറ്റായിട്ടേക്കാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, ഇത് അറിയാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വേറെ വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മൾ അളവതല്ല, നമ്മൾ സ്വന്തം വീട്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോണും ഘടകങ്ങളും വളരെ ഷാർപ്പായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ മച്ചാന്മാരെ ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്താ ഷെയർ ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ പ്രൊഫൈലൈറ്റിൻ്റെ വർക്ക് എടുക്കുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിത് എന്താ ചെയ്തത്, ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ എന്ത് ചെയ്ത് നമ്മൾ പേപ്പറൊക്കെ വെച്ച് ഗമ്മൊക്കെ ഇട്ട് സെറ്റ് ആക്കിയതാണ് കേട്ടോ. ഇതേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഒരേ പൊസിഷനിൽ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ വൃത്തി ഫീൽ ചെയ്യില്ല. അതായത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 45 ആണ് കട്ടിങ് എന്ന് ഏതായാലും മനസ്സിൽ ഉറച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകെ പാളി പോകും കേട്ടോ.